ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ഇറ്റ്. നമ്പർ 5. ഉണർവിലേക്കുള്ള വീഴ്ച അഥവാ ഹൈപ്നിക് ജർക്സ്. നിങ്ങൾ കിടക്കയിലേക്ക് മറിഞ്ഞ് കണ്ണുകളടച്ച് പതിയെ ഉറക്കത്തിലേക്ക് ഊളിയിട്ട് തുടങ്ങുന്ന സമയം. എല്ലാം ശാന്തം. പെട്ടെന്ന് ദൂരെ എവിടെയോ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു തോന്നൽ. നിങ്ങളുടെ ശരീരം പെട്ടെന്നൊരു വലിയ ഞെട്ടലോടെ മുകളിലേക്ക് തെറിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ എവിടെയാണെന്ന് പോലും മനസ്സിലാകാത്ത ഒരവസ്ഥ. എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ തികച്ചും സുരക്ഷിതനായി കിടക്കയിൽ തന്നെയാണ്. ഇതാണ് ഹൈപ്നിക് ജർക്ക് അല്ലെങ്കിൽ ഉറക്കത്തിന്റെ തുടക്കത്തിലെ ഞെട്ടൽ. ഒരു പ്രത്യേകതരം മസ്തിഷ്ക തമാശയാണിത്. നിങ്ങൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ പേശികൾക്ക് അയവ് വരും. ചിലപ്പോൾ തലച്ചോറ് ഈ അയവിനെ പേശികൾ പൂർണ്ണമായും പണിമുടക്കിയെന്ന് തെറ്റിദ്ധരിക്കും. അതായത് നിങ്ങൾ എവിടെയോ നിന്ന് താഴേക്ക് വീഴുകയാണെന്നും ഉടൻ തന്നെ മരണം സംഭവിക്കുമെന്നും നിങ്ങളുടെ തലച്ചോറിനൊരു തെറ്റിദ്ധാരണയുണ്ടാകുന്നു. ഇത് കേൾക്കുമ്പോൾ രസകരമായി തോന്നാമെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം അല്പം ഡാർക്ക് കോമഡിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരങ്ങളിൽ ഉറങ്ങിയിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ ഒരു സർവൈവർ ഇൻസ്റ്റിങ്ക്റ്റാണ് ഇതെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. വീഴാൻ പോവുകയാണെങ്കിൽ ഉണരാനുള്ള ഒരു അവസാന ശ്രമം. നിങ്ങൾ വീഴാൻ പോകുന്നില്ല. ഒരു സോഫയിലോ കിടക്കയിലോ സുരക്ഷിതമായി കിടക്കുകയാണ് എന്നുള്ളത് തലച്ചോറിന് അറിയില്ലല്ലോ. നിങ്ങൾ ശാന്തമായി വിശ്രമിക്കുകയാണെങ്കിലും നിങ്ങളുടെ പഴയ പാറയുടുക്കിലെ തലച്ചോർ, അതായത് ലിസാർഡ് ബ്രെയിൻ, ഇപ്പോഴും നിങ്ങളൊരു മരക്കൊമ്പിലാണ് എന്ന് വിചാരിച്ച് പാനിക്കാവുകയാണ്. അടിസ്ഥാനപരമായി നിങ്ങളുടെ നാഡീവ്യൂഹം നിങ്ങളുടെ ബഹുമാനാർത്ഥം ഒരു കോമഡി തകർപ്പൻ പ്രകടനം നടത്തുന്നു. പേടിക്കണ്ട, നിങ്ങളൊരു ഭയങ്കരമായ രോഗിയോ വിചിത്രജീവിയോ അല്ല. നിങ്ങളുടെ ശരീരം അതിന്റെ തന്നെ ഭാവനകളിൽ ഞെട്ടുന്നതാണ്. നമ്പർ 4. വിചിത്രമായ ശബ്ദങ്ങളുടെ ലോകം. രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ ഗാഢമായി ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ആ അവസ്ഥ. ഉറക്കത്തിലേക്കും ഉണർവിലേക്കുമുള്ള ഒരു മധ്യസ്ഥമായ ലോകം. പെട്ടെന്ന് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ബോംബ് പൊട്ടുന്നതുപോലുള്ള ഒരു ശബ്ദം, അല്ലെങ്കിൽ ഇടിവെട്ട്, അല്ലെങ്കിൽ വാതിൽ ശക്തിയായി അടയ്ക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ വെടിയൊച്ച. ഇത് കേട്ട് നിങ്ങൾ ചാടി എഴുന്നേൽക്കും. ചുറ്റും നോക്കും. ഒരു ശബ്ദവുമില്ല. നിങ്ങളുടെ റൂം പൂർണ്ണമായും ശാന്തമാണ്. ഇതാണ് എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രോം അഥവാ പൊട്ടിത്തെറിക്കുന്ന തലയുടെ അവസ്ഥ. പേര് കേട്ട് പേടിക്കണ്ട, നിങ്ങളുടെ തല ശരിക്കും പൊട്ടിത്തെറിക്കുന്നില്ല. അതൊരു തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ ഉറക്കം തുടങ്ങുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യും. അതായത് ചില ശബ്ദങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ന്യൂറോണുകൾ പോലും പതിയെ നിശബ്ദമാകും. എന്നാൽ ഈ സിൻഡ്രോം ഉള്ളവരിൽ ഈ ഷട്ട് ഡൗൺ പ്രോസസ്സ് കൃത്യമായി നടക്കുന്നില്ല. ശബ്ദങ്ങളെ പ്രോസസ്സ് ചെയ്യേണ്ട സമയം വരുമ്പോൾ എല്ലാ ന്യൂറോണുകളും ഒരുമിച്ച് തെറ്റായ രീതിയിൽ ഓണാകുന്നു. അതിന്റെ ഫലമായി തലച്ചോർ ഒരു യഥാർത്ഥ ശബ്ദമല്ല ഉണ്ടാക്കുന്നത്. പകരം അതൊരു വലിയ വോൾട്ടേജ് സ്പൈക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഊർജ്ജ സ്ഫോടനമായി അനുഭവപ്പെടുന്നു. നിങ്ങളൊരു ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊന്ന് മിന്നുന്നതുപോലെ. പക്ഷേ ഇത് നിങ്ങളുടെ തലയ്ക്കകത്താണ്. ഇത് സാധാരണ വേദനയില്ലാത്തതാണെങ്കിലും ആ നിമിഷമുണ്ടാക്കുന്ന ഭയം ചെറുതല്ല. നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ സൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിച്ചുപോയ ഒരു ടെക്നിക്കൽ എററാണിത്. അത്രയുള്ളൂ. നമ്പർ 3. ശരീരം തളരുന്ന രാത്രി. ഒരുപക്ഷെ നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടാകാം. ഉറക്കത്തിൽ നിന്നുണരുന്നു. ചുറ്റുമുള്ളതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷെ ഒരിഞ്ച് പോലും അനങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ അലറാൻ ശ്രമിക്കുന്നു. ശബ്ദം പുറത്തു വരുന്നില്ല. കൈകൾ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. പറ്റുന്നില്ല. നെഞ്ചിനു മുകളിൽ ഒരു ഭാരം വെച്ചതുപോലെ, ശ്വാസം മുട്ടുന്നതുപോലെ തോന്നാം. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം ഉറങ്ങുകയാണ്. ഇതാണ് സ്ലീപ്പ് പാരാലിസിസ് അഥവാ ഉറക്കപക്ഷാഘാതം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലർക്ക് മുറിയിൽ തങ്ങളെ ശ്രദ്ധിച്ച ഒരു ദുരൂഹമായ രൂപം നിൽക്കുന്നതായോ അല്ലെങ്കിൽ കട്ടിലിന്റെ അരികിൽ ഒരു നിഴൽ നീങ്ങുന്നതായോ തോന്നാം. ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ REM അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന ഉറക്കഘട്ടത്തിന്റെ ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗാണ്. സാധാരണയായി ഈ REM ഘട്ടത്തിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മൾ സ്വപ്നത്തിൽ ഓടുമ്പോഴോ പറക്കുമ്പോഴോ യഥാർത്ഥത്തിൽ അതെല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടി മസ്തിഷ്കം നമ്മുടെ പേശികളെ താൽക്കാലികമായി തളർത്തും. അതിനെയാണ് അട്ടോണിയ എന്നു പറയുന്നത്. എന്നാൽ ഈ പാരാലിസിസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ നിന്ന് ഉണരുകയാണ്. പക്ഷേ പേശികളെ തളർത്തുന്ന ഓഫ് സ്വിച്ച് അപ്പോഴും ഓൺ ആയി തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുണർന്നു, പക്ഷെ നിങ്ങളുടെ ബോഡി ലോക്ക് ഇപ്പോഴും ഓൺ ആയിരിക്കുകയാണ്. നിങ്ങൾ ഉണർന്നിരിക്കുന്നതായി മസ്തിഷ്കത്തിന് മനസ്സിലാകാൻ ഒരു നിമിഷമെടുക്കും. അത്രയും നേരം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നതെല്ലാം, നിഴലുകൾ, ഭയം, എല്ലാം ഈ അതീവ ഭയത്തിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറ് നിർമ്മിക്കുന്ന വ്യാജ കാഴ്ചകളാണ്. അടിസ്ഥാനപരമായി നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് നേരെ ഒരു പ്രൊജക്ട് ഹൊറർ മൂവി കളിക്കുന്നതാണിത്. നമ്പർ 2. വാതിൽ തുറക്കുന്ന കണ്ണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറന്നുപിടിച്ചുറങ്ങിയിട്ടുണ്ടോ? ചോദ്യം കേട്ട് ചിരിക്കേണ്ട. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ പകുതി തുറന്നുടച്ചുറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് നൊക്ടേണൽ ലാഗ് ഓഫ് താൽമോസ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ സുഖമായി ഉറങ്ങുകയായിരിക്കും. നിങ്ങളുടെ തലച്ചോർ ഓഫായി. നിങ്ങളുടെ ശരീരം വിശ്രമിക്കുന്നു.
പക്ഷേ നിങ്ങളുടെ കൺപോളകൾ, അതായത് ഈലിഡ്സ് അടയ്ക്കാൻ മറന്നുപോകുന്നു. ഒരു വാതിൽ പകുതി അടച്ചുവെച്ചതുപോലെ നിങ്ങളുടെ കണ്ണുകൾ കുറച്ചോ അല്ലെങ്കിൽ പകുതിയോളമോ തുറന്നിരിക്കും. പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് കണ്ടാൽ പേടിയാകും. കാരണം അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഉറങ്ങുകയല്ല, മറിച്ച് നിങ്ങൾ അവരെ ശ്രദ്ധിച്ചു കിടക്കുകയാണ് എന്നായിരിക്കും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനു പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കൺപോളകളിലെ പേശികൾക്ക് വേണ്ടത്ര അയവ് കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പല്ല് കടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ ചില ഞരമ്പുകൾക്ക് വന്ന ചെറിയ തകരാറുകളാവാം. പക്ഷെ ഇതിന്റെ ഏറ്റവും വിചിത്രമായ ഫലമെന്തെന്നാൽ, ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ പതിയെ ഉണങ്ങാൻ തുടങ്ങും. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കണ്ണ് ചിമ്മാതെ എത്ര നേരമിരിക്കും? വളരെ പെട്ടെന്ന് കണ്ണ് വേദനിക്കില്ലേ? അതേ പ്രശ്നം. നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കാനുള്ള പൂട്ട് ശരിയായി വീഴാത്തതുകൊണ്ട് പുറത്തെ അന്തരീക്ഷത്തിലെ പൊടിയും മാലിന്യങ്ങളും കണ്ണിൽ കയറുകയും കണ്ണിന്റെ ഉപരിതലം വല്ലാതെ ഉണങ്ങുകയും ചെയ്യാം. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് കണ്ണിനു വല്ലാതെ അസ്വസ്ഥതയും ചുമപ്പും അനുഭവപ്പെടുന്നത്. അടിസ്ഥാനപരമായി നിങ്ങളുടെ കൺപോളകൾ നിങ്ങളോടൊരു പ്രൊഫഷണൽ ധിക്കാരം കാണിക്കുന്നതാണ്. നമ്പർ 1, അന്യന്റെ കൈ. ഇതൊരുപക്ഷെ ഈ ലിസ്റ്റിലെ ഏറ്റവും വിചിത്രവും ഭീതികരവുമായ കാര്യമാണ്. നിങ്ങൾ രാത്രിയിൽ സുഖമായി ഉറങ്ങുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലൊന്ന് നിങ്ങൾ അറിയാതെ ചലിക്കാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ മുഖത്ത് തടവുകയോ കട്ടിലിന്റെ അറ്റത്ത് തട്ടി ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പുതപ്പ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യാം. നിങ്ങൾ ഞെട്ടിയുണർന്ന് അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൈ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി ഒരു അന്യജീവിയെപ്പോലെ പെരുമാറുന്നു. നിങ്ങൾ തലച്ചോറിന് കൽപ്പന നൽകുന്നു, കൈ അനങ്ങരുത്. പക്ഷെ ആ കൈ കൽപ്പന അനുസരിക്കുന്നില്ല. ഇതിനെ ഏലിയൻ ഹാൻഡ് സിൻഡ്രോം എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഉറക്കത്തിൽ ഇതിന്റെ ചില ലക്ഷണങ്ങൾ REM സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡർ അഥവാ REM സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണയായി REM ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്നാൽ ഈ REM ഡിസോർഡർ ഉള്ളവരിൽ പേശികളെ തളർത്താനുള്ള ബ്രേക്ക് സിസ്റ്റം പരാജയപ്പെടുന്നു. ഫലം, നിങ്ങൾ സ്വപ്നത്തിൽ ചെയ്യുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ശരീരം ചെയ്യും. നിങ്ങൾ സ്വപ്നത്തിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾ കിടക്കയിൽ ഓടാൻ ശ്രമിക്കും. നിങ്ങൾ സ്വപ്നത്തിൽ ആരോടെങ്കിലും വഴക്കിടുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ വായുവിൽ ശക്തിയായി ചലിപ്പിക്കും. ഈ കൈകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. ഒരു കമ്പ്യൂട്ടർ വൈറസ് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നതുപോലെ. ഇത് തലച്ചോറിന്റെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ ചെറിയ തകരാറാണ്. നിങ്ങളുടെ മോട്ടോർ കൺട്രോൾ സിസ്റ്റം, അതായത് ചലനത്തെ നിയന്ത്രിക്കുന്നത്, ഉണർന്നിരിക്കുന്നു. പക്ഷെ വിവേകബുദ്ധിയുള്ള ഭാഗം, അതായത് നിങ്ങൾ സ്വപ്നത്തിലാണെന്നറിയുന്നത്, ഉറങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ അവരുടെ സ്വന്തം വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഒരു അർദ്ധരാത്രി കലാപം നടത്തുന്നതാണ് ഈ കാഴ്ച. അങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്നതും എന്നാൽ നമ്മളെ പേടിപ്പെടുത്തുന്നതുമായ കുറച്ചു ഭ്രാന്തൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വിചിത്രമായ കഴിവുള്ളതുകൊണ്ടോ അമാനുഷിക ശക്തികളുള്ളതുകൊണ്ടോ അല്ല. നിങ്ങളുടെ ശരീരം അതിന്റെ കോമഡികൾ കാണിക്കുന്നതാണ്. That's all for today. I'll be making similar videos in the future. Subscribe to see them.